ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല രുചിയോട് കൂടിയും അതേപോലെ തന്നെ എളുപ്പത്തിലും ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. അതിനാദ്യം ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിന് ശേഷം ഒരു 5 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായി യോജിപ്പിച്ചിട്ട് ഇതിന് ഒരു മൊരിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാൻ പറ്റും. 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഒരു കളറ് കൂടുതൽ കിട്ടും. അതേപോലെ തന്നെ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇപ്പോൾ ഇതൊരു നല്ലൊരു കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ മാറ്റി വെച്ചിരിക്കുന്ന വാളംപുളി എടുത്തിട്ട് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടി നമുക്ക് ശർക്കരയായിട്ടോ ശർക്കരപ്പാനിയായിട്ടോ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയാണെങ്കിലും ഒരു മധുരത്തിന് വേണ്ടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഇഞ്ചിക്കറിയുടെ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്യണം. ബൈ.